വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജീവ് അങ്ങ് മെഴുകുതിരി അങ്ങ് എറിഞ്ഞിട്ട് പടക്കവും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ പടക്കമെന്ന് വിഷ്ണു പറയുമ്പോഴാണ് രാജീവ് തൻ്റെ കയ്യിലേക്ക് നോക്കുന്നത്. അയ്യോ പടക്കമെന്നും പറഞ്ഞ് രാജീവ് അങ്ങ് വിളിക്കുകയാണ്. അന്നേരം കളയടോ എന്ന് പറയുമ്പോൾ ഒരുവിധം രാജീവ് അതങ്ങ് ദൂരേക്ക് എറിയുന്നുണ്ട്. അന്നേരം അതങ്ങ് പൊട്ടുകയാണ്. തുടർന്ന് മനുഷ്യനെ കൊല്ലുമല്ലോ ഇയാളെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് വഴക്ക് പറയുകയാണ്. തുടർന്ന് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലോ, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, ഇനിയും വേണമെങ്കിൽ പടക്കം പൊട്ടിക്കാം, ഞാൻ എൻ്റെ ധൈര്യം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി തന്നെ അതിങ്ങനെ കൈ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് രാജീവ് അങ്ങ് കസറുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ശാരികയെ സാറിന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക്, തൊണ്ടയൊക്കെ ഇടറുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് പേടിയൊന്നും ഇല്ല എന്നും പറഞ്ഞ് രാജീവ് അങ്ങ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു മത്താപ്പ് പൊട്ടിക്കുകയാണ്. അന്നേരം അതിൻ്റെ ശബ്ദം കേട്ടിട്ട് അയ്യോ പടക്കമെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രാജീവ് അങ്ങ് ഓടി അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് എല്ലാവരും അങ്ങ് ചിരിക്കുകയും ബാക്കി പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു എല്ലാവരെയും വിളിക്കുകയും അങ്ങനെയുള്ള ഒരു ആ സന്തോഷകരമായ ദീപാവലി ശാരദാമ്മ ആ കുടുംബശ്രീ ഹോട്ടലിൻ്റെ അവിടെ ഇരുന്നങ്ങ് ഓർക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ അങ്ങ് സീറ്റ്സും എടുത്തുകൊണ്ട് അങ്ങ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാജയും ശാന്തയും കൂടി വരികയാണ്. അന്നേരം ശാരദാമ്മ എന്താ നേരത്തെ ചോദിക്കുമ്പോൾ മനസ്സിനാണെങ്കിൽ ഭയങ്കര വിഷമം, അതുകൊണ്ട് ഇവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട് അയാൾ പോയോ എന്ന്. അന്നേരം പോയി എന്ന് പറയുമ്പോൾ അത് നന്നായി എന്ന് ശാന്തയങ്ങ് പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, രാവിലെ നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക്, പിന്നെ മതി നാട്ടിലെ കാര്യമൊക്കെ അന്വേഷിക്കലെന്ന് പറഞ്ഞിട്ട് ആ ലഡു കൊടുക്കുകയാണ്. അതായത് ലഡുവാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ കൊണ്ടുവയ്ക്കുമോ എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ വേണ്ടതെന്ന് രാജി ചോദിക്കുമ്പോൾ പറഞ്ഞാൽ കേട്ടാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ഞാൻ ശാരികയും കൂട്ടി ശാലിനിയുടെ വീട് വരെ ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട്, ഈ ശാരദാമ്മ എന്താ ഇങ്ങനെ ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന്. അന്നേരം രാജി പറയുകയാണ്, എങ്ങനെ ആയാലും താലി കെട്ടിയ മനുഷ്യനല്ലേ, ചന്ദ്രേട്ടൻ കുടിയനാണെങ്കിലും കൂട്ടില്ലാതാവുമ്പോഴേ ശാന്തയ്ക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഹോട്ടലിലേക്ക് പോവുകയാണ് അവരുടെ ജോലികൾ ചെയ്യാനായിട്ട്. തുടർന്ന് ശാരിയെയും കൂട്ടി ശാരദാമ്മ ശാലിനിയുടെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം കുഞ്ഞിന് കുപ്പിപ്പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശാലിനി. തുടർന്ന് കുഞ്ഞിനെ അവരകത്തേക്ക് കയറുമ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ ശാരദാമ്മയും എടുക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയെ ശാരിയെയും പിടിച്ചിരുത്തുകയാണ് ശാലിനി, എന്തിനാ നിൽക്കുന്നതെന്നും പറഞ്ഞ്. തുടർന്ന് ശാരദാമ്മ മടിയിലിരുത്തി ആ കുഞ്ഞിനെ ആ പാല് ബാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ ഒരു തടിമില്ലിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി അവിടെ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവിടെ നിന്ന് ആരും അന്വേഷിച്ച് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അർജുനും രാഘവൻ നായരും വന്ന കാര്യമൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ഈ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ കാണണ്ടേ, അതിന് ഒരു വെമ്പൽ കാണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജനിച്ചപ്പോൾ മുതൽ അവളെ ഞാനല്ലേ നോക്കുന്നത്, പിന്നെ എന്താണെന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും ഇടയ്ക്കില്ല ഒരു അദൃശ്യ ബന്ധമുണ്ട്, പ്രീതി കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, പക്ഷേ അവൾ അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കുഞ്ഞിനെ അവൾക്ക് തിരികെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറുകയാണ്. അമ്മ എന്തായി പറയുന്നത്, എൻ്റെ പാറുവിനെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനോ, അത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വലിച്ചങ്ങ് ശാലിനി എടുക്കുകയാണ്. എന്നിട്ട് ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അങ്ങ് കരഞ്ഞുകൊണ്ട് ശാലിനി അങ്ങ് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന ശാരിക ചോദിക്കുകയാണ്, അമ്മ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അന്യരുടെ മുതൽ കയ്യിൽ വയ്ക്കുമ്പോൾ അത് തിരികെ കൊടുക്കണം എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ അവസ്ഥയോട് അടുക്കുമ്പോൾ അവൾക്കതൊരു ഷോക്കായിരിക്കും എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, എങ്കിലും അമ്മക്ക് അവളുടെ അടുത്ത് പോയി നോക്കാമെന്ന് പറയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് റൂമിൽ കട്ടിലിൽ പോയിരുന്നങ്ങ് ചേർത്ത് പിടിച്ച് കരയുകയാണ് ശാലിനി. തുടർന്ന് ശാലിനിയെ അങ്ങ് ആശ്വസിപ്പിക്കാനായിട്ട് ശാരദാമ്മ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, പാറുവിനെ വിട്ടുകൊടുക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ വിട്ടുകൊടുത്തോളാം, പക്ഷേ അമ്മ ഇനി അതെന്നെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനിയും കരയുമ്പോൾ ശാലിനിയെ ചേർത്ത് പിടിച്ചങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മ. ഇതേ സമയം രാഘവൻ നായർ അങ്ങ് ഹാളിലിരിക്കുകയാണ് സത്യഭാമയുടെ വീട്ടിൽ. വായനശാലയുടെ വാർഷികത്തിന് പൗരപ്രമുഖരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പോയ സത്യഭാമ തിരികെ വരികയാണ്. സത്യഭാമയെ കാത്ത് പിള്ള മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം കാറിൽ നിന്ന് ഇറങ്ങുന്ന ഭാമ ആ പൊന്നാടയും മാലയും ബൊക്കയും ഒക്കെ പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അകത്തേക്ക് വന്നിരുന്നിട്ട് രാഘവൻ നായരോട് അങ്ങ് ആ വായനശാലയുടെ വാർഷികത്തിന് പോയ കാര്യങ്ങളൊക്കെ അങ്ങ് വിവരിക്കുകയാണ്. കൃതജ്ഞതയും സമ്മാനദാനവും ഒക്കെ കഴിഞ്ഞിട്ടേ വരാൻ സാധിച്ചുള്ളൂ, അവരെന്നെ പിടിച്ചിരുത്തി, മിനിസ്റ്ററൊക്കെ ഉണ്ടായി, അടുത്ത ഇലക്ഷന് ഞാൻ മത്സരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ മിനിസ്റ്ററുടെ മോള് സ്വപ്ന സുസ്മിതയുടെ കൂടെ പഠിച്ചതാണ് ബാംഗ്ലൂർ, അവരൊരു റൂംമേറ്റ് ആയിരുന്നു എന്നൊക്കെ അങ്ങ് വാതോരാതെ ഭാമ സംസാരിക്കുകയാണ്. പക്ഷേ പിള്ളയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ അങ്ങ് ആകെ അമ്പരപ്പിൽ ആ നേരത്തെ ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു ആഘാതത്തിൽ നിൽക്കുകയാണ്. രാഘവൻ നായരുടെ മുഖമാണെങ്കിലും ആകെ അങ്ങ് ദേഷ്യത്തിലും. ഇതിനിടയ്ക്ക് പൊന്നിയോട് വെള്ളം കൊണ്ടുവരാൻ ഭാമ പറയുന്നുണ്ട്, അത് വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അല്ല സുസ്മിത എവിടെയെന്ന് ചോദിക്കുകയാണ് പൊന്നിയോട്.
നിന്നോടല്ലേ വിളിക്കാൻ എന്ന് പറഞ്ഞ് പൊന്നിയോട് ദേഷ്യപ്പെടുകയാണ് ഭാമ. അന്നേരം പൊന്നി ഇങ്ങനെ അന്തം വിട്ട് രാഘവൻ നായർ നോക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ല, അവൾ ഇവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ്. അന്നേരം എങ്ങോട്ട് പോയി, സുസ്മിത എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ പോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല, അവൾ ഇവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ്. അന്നേരം വാലും തലയുമൊന്നും ഇല്ലാതെ പറഞ്ഞാൽ എങ്ങനെ, കാര്യം വ്യക്തമായിട്ട് പറ രാഘവേട്ടാന്ന് പറയുമ്പോൾ അവൾ ഇവിടെ നിന്ന് പോയതല്ല, അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അവളെ ഞാനിവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു, അവളെ എൻ്റെ മോളെ കൊല്ലാൻ നോക്കി എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമയങ്ങ് അന്തം വിടുകയാണ്. എന്താ പിള്ള ഇതെന്ന് പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ പിള്ള മുന്നോട്ട് വന്ന് പറയുകയാണ്, സുസ്മിത പ്രീതിയുടെ ഡ്രിപ്പ് ബോട്ടിലിൽ വിഷം കുത്തിവെച്ചു എന്ന്. അന്നേരം വിഷം കുത്തിവെച്ചോ, എന്താ കാര്യമെന്നിങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ സത്യഭാമയോട് പൊന്നിയും പിള്ളയും ചേർന്ന് പറയുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാമ ചോദിക്കുകയാണ്, സുസ്മിത എന്തിന് വിഷം കുത്തിവെക്കണം, അത് വിഷമാണ് കുത്തിവെച്ചതിന് എന്താണ് തെളിവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. തെളിവ് ഹാജരാക്കാനായിട്ട് ഇത് കോടതിയൊന്നുമല്ലല്ലോ, സുസ്മിത കുത്തിവെച്ചത് വിഷമാണെന്ന് തെളിയിക്കാനും എൻ്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാനും എനിക്ക് സാധ്യമല്ല, ഞാനതിന് തയ്യാറല്ല ഭാമയെന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് പൊന്നി പറയുന്നുണ്ട്, ഞാൻ ഡ്രിപ്പ് ബോട്ടിൽ മാറ്റുന്നത് സുസ്മിത കണ്ടതുമാണ്, പിന്നെ ഡ്രിപ്പ് ബോട്ടിലേക്ക് കറക്റ്റ് മരുന്നൊക്കെ ഞാൻ വെച്ചതിന് ശേഷവും സുസ്മിത പിന്നെ എന്തിനാണ് അതിലേക്ക് വേറെ മരുന്ന് കുത്തിവെക്കുന്നത്, അതുമാത്രവുമല്ല പ്രീതി കുഞ്ഞിൻ്റെ മരുന്ന് ഏതാന്ന് സുസ്മിത കുഞ്ഞിനെ അറിയത്ത് പോലുമില്ല, പിന്നെ രാവിലെ ഇവിടെ വേറെ ചില സംഭവങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് സുസ്മിത റൂമിലേക്ക് തള്ളിക്കയറി വന്നതും പ്രീതിയുടെ കണ്ണിലേക്ക് കുത്താൻ നോക്കിയതും കുറേ സംശയിച്ച ചോദ്യങ്ങൾ പൊന്നിയോട് ചോദിച്ചതും കൈയൊക്കെ പൊക്കി താഴ്ത്തിക്കിട്ടതും ആ സംഭവങ്ങളൊക്കെ പൊന്നി അങ്ങ് ഭാമയോട് പറയുകയാണ്. അത് പൊന്നി പറഞ്ഞ ആ സംഭവം കേൾക്കുമ്പോൾ രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്. ഇതെന്താ പൊന്നി നേരത്തെ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്, സുസ്മിതയുടെ സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയാണ് പറയാതിരുന്നതും, സുസ്മിതയുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, സുസ്മിത ആ റൂമിലേക്ക് പോകുന്നത് കാണുമ്പോഴേ തന്നെ എനിക്ക് പേടിയാണ്, ചില സമയങ്ങളിൽ സുസ്മിത ആരും കാണാതെ റൂമിലേക്ക് പോവാറുണ്ട്, എന്നിട്ട് പ്രീതിയോട് ദേഷ്യത്തിലൊക്കെ സംസാരിക്കാറുണ്ട്, പിന്നെ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ ഒക്കെ ഒരു പരുങ്ങലും ഒക്കെയാണ്, എന്തോ കള്ളത്തരം മറയ്ക്കുന്നത് പോലെയാണ് തോന്നുന്നത്, പിന്നെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി ഇങ്ങോട്ട് ചാടിക്കടിക്കാനായിട്ട് വരും, സത്യത്തിൽ എന്തൊക്കെയോ സുസ്മിതയുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അന്ന് പ്രീതിയെ തലേണമർത്തി കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത് വെറുതെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ സുസ്മിത റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾ ആദ്യം പോയി നോക്കുന്നത് പ്രീതിക്ക് ശ്വാസമുണ്ടോ എന്നാണ് എന്നിങ്ങനെ പൊന്നി പറഞ്ഞു നിർത്തുമ്പോൾ പ്രീതിയിൽ നിന്ന് ഇങ്ങനെ ഭാമ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം നീ ദേഷ്യപ്പെടേണ്ട ഭാമ അവളോട്, ഒരു അമ്മയുടെ കണ്ണിൽ കൂടിയാണ് ഇവിടുത്തെ വേലക്കാരിയും കാര്യസ്ഥനും ഒക്കെ നമ്മുടെ മോളെ നോക്കുന്നത്, പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട നീയോ മാലയും ബൊക്കയും ഒക്കെ ആയിട്ട് പൗരപ്രമുഖ എന്നും പറഞ്ഞ് അങ്ങ് നടന്നാൽ മതി, നല്ല അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് ചൂടാവുകയാണ്. അന്നേരം ആകെ ദേഷ്യപ്പെടുന്ന ഭാമയാണെങ്കിൽ പിള്ളെ വണ്ടി ഇറക്കാൻ പറയുകയാണ്. അന്നേരം നീ എങ്ങോട്ടാ ഭാമയെന്ന് ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അവളെ ഒന്ന് കാണണം ആ സുസ്മിത എന്നിങ്ങനെ ദേഷ്യത്തോടെ ഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ പൊയ്ക്കോ ഭാമേ, നീ പോയി അവളെ കണ്ട് എന്നിട്ട് അവൾ പറയുന്ന എല്ലാം വിശ്വസിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ, പക്ഷെ നീ തിരികെ വരുമ്പോൾ ഈ രാഘവൻ നായരും നമ്മുടെ മോളും ഈ പ്രീതിയും ഈ വീട്ടിലുണ്ടാകില്ല, ഇത് സത്യമാണ്, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോകും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവേട്ടാന്നിങ്ങനെ ഭാമ വിളിക്കുകയാണ്. അന്നേരം ഞാനത് തന്നെ ചെയ്യുമെന്ന് രാഘവൻ നായർ ഉറപ്പിച്ച് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെ ഉറച്ച നിലപാടും പിന്നീട് സങ്കടത്തോടെയുള്ള മകളെക്കുറിച്ചുള്ള പരിഭവവും ഒക്കെ കേട്ട് സത്യഭാമ സുസ്മിത അന്വേഷിച്ച് പോകുന്നില്ല. സത്യഭാമയാണെങ്കിൽ പ്രീതിയുടെ റൂമിലേക്ക് പോവുകയാണ്. വാതിൽക്കൽ ചെന്നിട്ട് പ്രീതി ഇങ്ങനെ കിടക്കുന്നത് സങ്കടത്തോടു കൂടി ഭാമ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയും ശാരികയും ശാലിനിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. കുഞ്ഞിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു, കുഞ്ഞിലുള്ള സാധനങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ തന്നെ വാങ്ങിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും മോൾക്ക് ഒരു കുറവുമില്ല എന്നൊക്കെ ശാലിനി സംസാരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ തൻ്റെ ആദ്യം വിഷ്ണുവിൻ്റെ ജോലിക്കാര്യത്തെ അതിന് വേണ്ടിയുള്ള ശമ്പളം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മില്ലിലെ ഉടമസ്ഥന് വിഷ്ണു ഏട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കുറച്ച് പണം അഡ്വാൻസായിട്ട് കൊടുത്തു, സൂപ്പർവൈസറുടെ ജോലിയാണെന്നൊക്കെ ശാലിനി പറയുന്നു.
പറയുന്നുണ്ട്. തുടർന്ന് അതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം തൻ്റെ കയ്യിൽ കിടന്ന 2 വള ഊരി ശാരദാമ്മ ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് മോള് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ശാരിയെ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് ശാലിനിയാണെങ്കിൽ അങ്ങ് ശാരദാമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ശാരി ചേച്ചിയുടെ കയ്യിൽ നിന്നും വള വാങ്ങിച്ചതിനെ വിഷ്ണുവേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പോയി വള എടുത്തുകൊണ്ട് വരികയാണ്. ശാരിയുടെ വള എടുത്തുകൊണ്ട് വന്ന് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് വിഷ്ണുവേട്ടൻ വഴക്ക് പറഞ്ഞു, വിഷ്ണുവേട്ടൻ അതൊന്നും ഇഷ്ടമാവില്ല, പിറ്റേന്ന് തന്നെ പണയം എടുത്തുകൊണ്ട് തന്നു എന്നും പറഞ്ഞ് തിരിച്ചു കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ഇത് ഞാൻ തിരിച്ചു കിട്ടുമെന്നല്ല എന്നാണ്, തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചല്ല തന്നതെന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല എന്ന് പറയുമ്പോൾ ഇതിലിവിടെ ദുരഭിമാനത്തിൻ്റെ ആവശ്യമുണ്ടോ, കാര്യങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ ശാരദാമ്മ തിരക്കുകയാണ്. അന്നേരം സത്യാമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണെങ്കിൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നില്ലല്ലോ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കരുതി അഭിമാനം മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടൽ പണയത്തിലല്ലേ, അത് തിരിച്ചെടുക്കണം, പിന്നെ പണയം വച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ അടുത്തായതുകൊണ്ടാണ് ഒരു വിഷമം എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോഴാണ് ശാലിനി അറിയുന്നത് ബാലചന്ദ്രൻ്റെ അടുത്താണോ പണയം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാരിക ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ ശാരിക ആണെങ്കിൽ ശാലിനിയോടൊന്നും മിണ്ടുന്നില്ല. അന്നേരമാണ് ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നത് ശാലിനി അക്കാര്യം പണയം വെച്ചത് ബാലചന്ദ്രൻ്റെ അടുത്താണെന്ന് അറിഞ്ഞില്ല എന്ന്. അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ സുസ്മിത എങ്ങനെ തിരികെ കയറും, സത്യഭാമ കാണാൻ പോകുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.